ഇന്ന് പരിശുദ്ധ പിതാവിനെ കുറിച്ച് അനുസ്മരണ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് സാമുവേൽ കറികയിൽ കോർ എപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛനെ പ്രത്യേകം മലങ്കര സഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല. സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം, തിരുവനന്തപുരം നന്ദൻകോട്ട് ഗ്രിഗോറിയോസ് ഇടവക അംഗം, കഴക്കൂട്ടം സെന്റ് മേരീസ് ആൻഡ് സെന്റ് ജൂഡ് വികാരിയായി ഇപ്പോഴ് സേവനം അനുഷ്ഠിക്കുന്നു. മലങ്കര സഭയിലെ മികച്ച കന്മഷ പ്രസംഗകൻ, ധ്യാനഗുരു എന്ന പേരിലെല്ലാം ഇപ്പോൾ അച്ഛന്റെ ശുശ്രൂഷ മലങ്കര സഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്ന് തിരുമേനിയെക്കുറിച്ച് അനുസ്മരണം നടത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഇന്ന് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജോസഫ് സാമുവൽ കറികയിൽ കോർ എപ്പിസ്കോപ്പ അച്ഛനെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠര്, സിസ്റ്റേഴ്സ്, റംബാച്ചന്മാര്, വിശ്വാസികളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിനന്ദരായ തിരുമേനിമാരെ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, മലങ്കര സഭയുടെ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ 80ാം ഓർമ്മ പെരുന്നാളിൽ പരിശുദ്ധ പിതാവിനെ സ്മരിച്ചുകൊണ്ട് ഇവിടെ ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളിൽ സംബന്ധിക്കുവാനും തിരുമേനിയെക്കുറിച്ച് അനുസ്മരണം നിർവഹിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായും എൻ്റെ മാതാവിൻ്റെ കുടുംബമാണ് മല്ലപ്പള്ളി വട്ടശ്ശേരിൽ. ആ നിലയിലും എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. 1958 ഒക്ടോബർ 31 ജനിച്ച് 1934 ഫെബ്രുവരി 23 ഇഹലോക ജീവിതം അവസാനിപ്പിച്ച ആ പുണ്യപിതാവിൻ്റെ സ്മരണയുടെ മുമ്പിൽ തലവണക്കുന്നു. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് ചരിത്രപരമായി വിശദീകരിക്കാൻ ഞാൻ ആളല്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അക്കാര്യത്തിൽ എന്നേക്കാൾ അവഗാധമായ ജ്ഞാനമുള്ളവരാണ്. എന്നാൽ വിശുദ്ധനായ തിരുമേനിയെ സ്മരിക്കുമ്പോഴും എല്ലാ പരിശുദ്ധ പിതാക്കന്മാരെ സ്മരിക്കുമ്പോഴും സാധാരണ നമ്മൾ കേൾക്കുകയും ഓർക്കുകയും പാടുകയും ചെയ്യുന്ന ചില ഈരടികളുണ്ട്. നീതിമാൻ പന പോലെ തളർത്തിടുമേ ഹല്ലേലൂയ, വളരും അവൻ ലബനോൻ കാരകൽ പോൽ. വിശുദ്ധന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നാം സാധാരണ പാടുന്ന ഈ പാട്ടിൻ്റെ ഈരടികൾ 92-ാം സങ്കീർത്തനം 12-14 വാക്യങ്ങൾ. 92-ാം സങ്കീർത്തനം 12-14 വാക്യങ്ങൾ പരിചിതമാക്കിയമായ വാക്യം. അത് പാട്ടിൽ നമ്മൾ പാടുമെങ്കിലും അതിൻ്റെ ഗദ്യഭാവം: നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ഇത് പാടാത്ത സഭാവിഭാഗങ്ങളും ഈ വേദപുസ്തക ഭാഗം പക്ഷേ വായിക്കും. 92-ാം സങ്കീർത്തനം 12-14 വാക്യങ്ങൾ: നീതിമാൻ പന പോലെ വളരും, ലബാനോനിലെ ദേവദാരുക്കളെ പോലെ വളരും. ലബാനോനിലെ ദേവദാരുക്കളെ പോലെയാണ് വിശുദ്ധന്മാരുടെ വളർച്ച. ലബാനോനിലെ കുറിച്ചുള്ള പരാമർശം വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രധാനമായി 8 സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ലബാനോന്റെ പരാമർശങ്ങളാണ് ഇന്ന് രാത്രി ചില വാക്കുകളായി ഓർപ്പിച്ചതിന് പ്രസംഗം അവസാനിപ്പിക്കും. ഇതും ഈ പുണ്യപിതാവും തമ്മിലുള്ള ബന്ധം എങ്ങനെ അർത്ഥപൂർണമാകുന്നു? ലബാനോനിലെ ദേവദാരുക്കൾക്ക് പ്രധാനമായി എല്ലാ സ്ഥലങ്ങളിലും ദേവദാരുക്കൾ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും ലബാനോനിലെ ദേവദാരുക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെ ദേവദാരുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ശലോമോൻ ജെറുസലേം ദേവാലയം പണിതപ്പോൾ ലബാനോനിൽ നിന്ന് ദേവദാരുക്കൾ കൊണ്ടുവന്ന് ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു എന്ന് തിരുവചനം പ്രതിപാദിക്കുന്നുണ്ട്.
ലബാനോനിലെ ദേവദാരുക്കളുടെ ഒന്നാം പ്രത്യേകത അത് ഉയരത്തിൽ വളരുന്ന വൃക്ഷമാണ്. വളരെ ഉയരത്തിൽ വളരുന്ന വൃക്ഷം. വിശുദ്ധന്മാരുടെ ജീവിതം സാധാ ലെവലിൽ നിന്ന് ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുന്ന അവസ്ഥയാണ്. ഉയരത്തിൽ വളരുന്ന ലബാനോൻ പോലെ അവരുടെ ചിന്താഗതികളിൽ ഉന്നതമായ ഒരു ഔന്നത്യം, അവരുടെ ചിന്താധാരകളിൽ ഔന്നത്യം, അവരുടെ പ്രവർത്തന മേഖലകളിൽ സാധാ ലെവലിൽ നിന്ന് തറ ലെവലിൽ നിന്ന് ഉന്നതമായ അവസ്ഥയിലുള്ള ജീവിതശൈലി. ഇന്ന് ഈ ഉന്നത നിലവാരം പല രംഗങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നീതിമാന്മാരുടെ ജീവിതം ഉയരത്തിൽ വളരുന്ന വൃക്ഷം പോലെ അത് ഉന്നത നിലവാരത്തിലായിരിക്കും എന്ന ചിന്ത, നിലവാര തകർച്ച ഇന്ന് എല്ലാ രംഗങ്ങളിലും കാണാം. ഇവിടെ ഉന്നതമായ ഒരു നിലവാരം. പരിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ ചില ഉന്നതമായി ചിന്തിക്കേണ്ടവരും ഉന്നതമായി പ്രവർത്തിക്കേണ്ടവരാണെങ്കിലും താണ ലെവലിൽ ചിന്തിക്കുകയും താണ നിലവാരത്തിലുള്ള പ്രവർത്തന ശൈലിയുടെ ഒരു ചിത്രം കാണാനാവും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ 7 രംഗങ്ങളിൽ ഉയർന്ന നിലയിൽ കാണേണ്ടവർ താണ നിലയിൽ കാണുന്ന 7 അവസ്ഥകൾ കാണാം. എന്നാൽ പെന്തക്കോസ്തി സംഭവത്തിന് ശേഷം ഇവരുടെ ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം സംഭവിച്ചു. അതിനു മുമ്പുള്ള ജീവിത സരണിയിൽ ഒന്നാമത് കാണുന്നത് 9-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത്, അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. തങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടത് എപ്പോഴും നല്ലതാണ് ശുശ്രൂഷകൾക്ക്. എന്നാൽ ഇവിടെ തങ്ങൾ ചെയ്തത് എന്ന അവകാശവാദത്തിന്റെ ഉടമകളായി മാറുകയാണ് അപ്പോസ്തലന്മാർ. ഇന്ന് എല്ലാ രംഗങ്ങളിലും ഞാൻ ഉൾപ്പെടെയുള്ള ഉന്നതമായ നിലയിൽ ജീവിക്കേണ്ട ആളുകൾ തങ്ങൾ ചെയ്തത് ഹൈലൈറ്റ് ചെയ്യാനായി മാത്രം ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണാം. ഞാൻ ചെയ്തത്, തങ്ങൾ ചെയ്തത്, ഈ ഒരു നിലയിൽ ഇവിടെ അപ്പോസ്തലന്മാരുടെ ഉന്നതമായ നിലയിൽ ചിന്തിക്കേണ്ടവർ തങ്ങൾ ചെയ്തത് എന്നതിന്റെ ഒരു വിശദീകരണമാണ് എല്ലാ രംഗങ്ങളിലും കാണാനുള്ളത്. ഉന്നതമായി ചിന്തിക്കേണ്ട അപ്പോസ്തലന്മാർ എന്ന അവരുടെ ചിന്താഗതികൾക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വന്നു കഴിഞ്ഞപ്പോൾ ഈ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തി. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ വന്നപ്പോൾ അവർ ഇന്ന് പറഞ്ഞിരുന്നത് വ്യത്യസ്തം വരുത്തി പറഞ്ഞു, കർത്താവ് ഞങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തത് എന്ന് റീറൈറ്റ് ചെയ്തു. കർത്താവ് ഞങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തത് എന്നവർ മാറ്റി. ആദ്യത്തെ അവസ്ഥയിൽ തങ്ങൾ ചെയ്തത് എന്ന അവസ്ഥയായിരുന്നു. എല്ലാ രംഗങ്ങളിലും ഉന്നതമായ അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ കർത്താവ് തങ്ങളോടുകൂടെ, ദൈവം നമ്മെ ചില ഉപകരണങ്ങളാക്കി ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി ചില ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം നമ്മെ നിയോഗിച്ചിട്ടുണ്ടാവാം. അതിലുപരിയായി തങ്ങൾ ചെയ്തത് എന്ന നിലവാര തകർച്ചയിലേക്ക് വരുന്നതാണ് ഇവിടെ അപ്പോസ്തലന്മാരിൽ കാണുന്ന ഒന്നാം ബലഹീനത. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ തന്നെ അപ്പോസ്തലന്മാർ പ്രതിപാദിക്കുന്ന 7 ബലഹീനതകൾ വ്യക്തമായിട്ടുണ്ട്. ഉന്നതമായ അവസ്ഥയിൽ ചിന്തിക്കേണ്ടവർ താഴ്ന്ന അവസ്ഥയിൽ ചിന്തിക്കുന്നതായി കാണാം. തങ്ങൾ ചെയ്തത് എന്ന ചിന്ത. 2, 9-ാമത്തെ അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. കർത്തൃസന്നിധിയിൽ കടന്നു വന്ന് അവരെക്കുറിച്ച് പറയുകയാണ്, ഇത് സന്ധ്യയായി, അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് രാത്രി പാർക്കുവാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കണം. കാരണം നമുക്കറിവുള്ളതുപോലെ ഇനി കുറച്ചുകൂടെ രാത്രിയായാൽ ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. ഞങ്ങളുടെ തലയിൽ കൊണ്ടുവരരുത് ഈ ബന്ധപ്പാടുകൾ. എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞു വിടണം. യേശു സമ്മതിക്കാതെ പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഇവിടെ കാണുന്ന 2-ാം ബലഹീനത. ഉന്നതമായ അവസ്ഥയിൽ ചിന്തിക്കേണ്ട അപ്പോസ്തലന്മാർ ഇപ്പോൾ തങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ആവശ്യകത, തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇവരെ തള്ളിമാറ്റാനുള്ള ഒരു ശ്രമം ഇവിടെ കാണാം. ഉന്നതാവസ്ഥയിൽ ചിന്തിക്കുന്നവർ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന, നാം ചെയ്യേണ്ട ശുശ്രൂഷകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരല്ല, അതിലുപരിയായി കാലാകാലങ്ങളിൽ സഭ നമ്മെ ഏൽപ്പിക്കുന്ന, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ് ഉന്നത നിലവാരത്തിലുള്ള ദൈവിക ചിന്ത.
പരിശുദ്ധനായി വട്ടശ്ശേരി തിരുമേനിയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ ചിന്താധാരകളിലെല്ലാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ സമയാസമയങ്ങളിൽ ശക്തമായി ഏറ്റെടുത്ത ഒരു പുണ്യപിതാവ്, തന്റെ മുമ്പിൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കാനല്ല, അതിലുപരിയായി തന്റെ മുമ്പിലുള്ള ഉത്തരവാദിത്തം ശക്തമായി നേരിടാൻ മുമ്പോട്ട് വന്ന ഒരു പുണ്യപിതാവ്. യേശു ഒഴിഞ്ഞു മാറിയവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യണം എന്ന്. ഇവിടെ മൂന്നാമത് അപ്പോസ്തലന്മാരിൽ കാണുന്ന ഒരു ചിത്രം 32-ാമത്തെ വാക്യമാണ്. 9-ാം അധ്യായത്തിൽ തന്നെ കാണുന്ന 7 ബലഹീനതകൾ കാണാം. 32-ാം വാക്യമായി ഇപ്പോൾ പറയുകയാണ്, പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉറക്കം ഒരു ശാപമാണോ അനുഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ, ഉറക്കം ഒരു ശാപമാണോ അനുഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ പല വിധത്തിലുള്ള മറുപടികൾ കൊണ്ട് ഞാനതിന്റെ വിശദീകരണം പറയുന്നില്ല. ഉറക്കം ഒരു അനുഗ്രഹമാണോ ശാപമാണോ? ഉറക്കം ഒരു അനുഗ്രഹമാണോ ശാപമാണോ? അനുഗ്രഹം. പരീക്ഷയുള്ള കൊച്ചന് നാളെ രാവിലെ പരീക്ഷയാണ്, അവൻ രാവിലെ 9 മണി വരെ കിടന്നുറങ്ങുകയാണ്. ഇവന്റെ ഉറക്കം ഒരു അനുഗ്രഹമാണോ ശാപമാണോ? ഉറക്കം ഒരു അനുഗ്രഹമാണോ ശാപമാണോ? ചില സന്ദർഭങ്ങളിൽ ഉറക്കം അനുഗ്രഹമായിരിക്കാം. പക്ഷേ ഉണരേണ്ട സമയം ഉറങ്ങുന്നത് അനുഗ്രഹമല്ല, ശാപമാണ്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങളിൽ ഉറങ്ങുന്നതാണ് നമ്മുടെ അടിയന്തര പ്രശ്നം. ഇവിടെ പരിശുദ്ധനായി വട്ടശ്ശേരി തിരുമേനി ചിന്തിക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിച്ച ഒരു പുണ്യപിതാവ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഉറങ്ങേണ്ട സമയത്ത് ഉണരുകയും ഉണരേണ്ട സമയത്ത് ഉറങ്ങുകയും ചെയ്യുന്നതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. വട്ടശ്ശേരി തിരുമേനി ഉണർന്ന് പ്രവർത്തിച്ച ഒരു പുണ്യപിതാവ്. കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് ഉണർന്നിരിക്കേണ്ട സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഉണർന്ന് പ്രവർത്തിക്കേണ്ട ധാരാളം സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഉണരുന്നത്, ഉറങ്ങുന്നത് ഇത് താണ നിലവാരത്തിലുള്ള അവസ്ഥയാണ്. ഇത് ലബോനനിലെ കാരികലിന്റെ അവസ്ഥയല്ല എന്ന സത്യം താഴെയുള്ള അവിടെയുള്ള ചെറിയ ചെടികളുടെ അവസ്ഥയാണ്. ഉന്നതാവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ ഉറക്കം ഒരു അനുഗ്രഹമാണെങ്കിലും ഉണരേണ്ട സമയത്ത് ഉറങ്ങുന്നത് ശാപമാണ്. ഫോർത്ത്, അപ്പോസ്തലന്മാരെ കുറിച്ച് അടുത്ത വാക്കിൽ കാണുന്ന 40-ാം വാക്യത്തിൽ അവരുടെ കുറവിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. 40-ാം വാക്യത്തിൽ പറയുകയാണ്, അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചുവെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. അതിന് യേശു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ നിങ്ങളെ ഞാൻ എത്ര സഹിക്കും. അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന രോഗിയായ ഒരു മകനെ കൊണ്ടുവന്ന ചിത്രം വിശദീകരണമൊന്നും ഇവിടെ ആവശ്യമില്ല. പക്ഷേ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് അവരെ സുഖമാക്കാൻ കഴിഞ്ഞില്ല. ഉന്നതാവസ്ഥയിലായിരിക്കേണ്ടവരുടെ അവിശ്വാസം അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട നാം, വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട നമുക്ക് ആ വിശ്വാസം ഇല്ലാതെ പോകുന്ന അവസ്ഥ. പവർ സ്റ്റേഷനിൽ കറണ്ട് ഇല്ലാതിരുന്നാൽ അവിടുത്തെ ഗതി എന്താവും? ഇവിടെ വിശ്വാസത്തിൽ നയിക്കേണ്ട ഒരു പുണ്യപിതാവ്, നയിക്കേണ്ട അപ്പോസ്തലന്മാർ, പക്ഷേ അവർ അവിശ്വാസത്താൽ അവർക്ക് അത് ചെയ്യാൻ ആയില്ല. പരിശുദ്ധനായി വട്ടശ്ശേരി തിരുമേനിയുടെ കൈമുതൽ ഈ വിശ്വാസത്തിൽ ആഴമായി വേരൂന്നിയ ജീവിതാനുഭവമായിരുന്നു. ഇവിടെ താണ നിലവാരത്തിലേക്ക് പോവുകയാണ്. വിശ്വാസത്തിന്റെ ആഴമായ അവസ്ഥയുണ്ടാകേണ്ട അവസരങ്ങളിൽ ഇവിടെ അവിശ്വാസത്താൽ രക്ഷിക്കാൻ കഴിയാതെ പോയ അപ്പോസ്തലന്മാർ. വീണ്ടും 9-ാമത്തെ അധ്യായം 46-ാം വാക്യത്തിൽ കാണാം അവരുടെ അടുത്ത ബലഹീനത. 46-ാം വാക്യത്തിൽ അവരിൽ വെച്ച് ആർ വലിയവൻ എന്ന ഒരു വാദം അവരുടെ ഇടയിൽ ഉണ്ടായി. ഈ വാദം വിശദീകരിക്കേണ്ട കാര്യമല്ല, നമുക്കറിയാവുന്ന ഒരു കാര്യം. എല്ലാ രംഗങ്ങളിലെയും പ്രധാന വാദം എന്നിതാണ്: തങ്ങളിൽ വെച്ച് ആർ വലിയവൻ. ഉന്നതാവസ്ഥയിൽ ജീവിക്കുന്ന ഉയർന്ന നിലവാരത്തിലായിരിക്കുന്ന ആളുകളിൽ നമ്മിൽ ഇത്തരം ചിന്താഗതി ഇന്ന് വളർന്നു വരുന്ന ഒരു ചിന്തയാണ് കാണുന്നത്. തങ്ങളിൽ വെച്ച് ആർ വലിയവൻ എന്ന വാദം എല്ലാ മേഖലകളിലും ഇന്ന് ഉയർന്നു വരുന്ന ചിത്രം. അപ്പോസ്തലന്മാരുടെ ബലഹീനതകളിലെ ഇവിടെയാണ് അടുത്തതായി കാണുന്ന ചിത്രം, തങ്ങളിൽ വെച്ച് ആർ വലിയവൻ എന്ന വാദം. 49-ാം വാക്യത്തിൽ
അവരിൽ കാണുന്ന 6ാമത്തെ പ്രശ്നം വിശദീകരിക്കുന്നുണ്ട്. നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കാകിയാൽ അവനെ വിരോധിച്ചു. യേശു അവരോട്, വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. ഫീൽഡിലേക്ക് കടന്നു ചെന്നപ്പോൾ ചില ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൂടെ പോരാൻ. അവർ പറഞ്ഞു വരുന്നില്ലെന്ന്. ഞങ്ങൾ അവരെ വിരോധിച്ചിട്ട് തിരിച്ചു വരുന്നു. യേശു ചോദിച്ചു, എന്ത് പണിയാണ് കാണിച്ചത്? അത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ, നമ്മോടൊപ്പം കൂടാത്തവരെല്ലാം അവരെ ആരെയും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു മാനസികാവസ്ഥ, നന്മകളെല്ലാം എന്നിലൂടെ മാത്രമേ ആകാവൂ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ, നന്മ നമ്മിൽ നിന്ന് മാത്രമല്ല ആരിൽ നന്മയുണ്ടാകുന്നെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ മനോഭാവത്തിലേക്ക് വളർന്ന പിതാക്കന്മാരാണ് നീതിമാന്മാരെല്ലാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്. അപ്പോസ്തലന്മാരിൽ കാണുന്ന 7ാമത്തെ ചിത്രം 54ാമത്തെ വാക്യം അവരുടെ കുറവിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. 54ാം വാക്യം. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബ് യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് തീയിറക്കി അവരെ നശിപ്പിക്കാൻ പറയുന്നത് നിനക്ക് സമ്മതമോ? അവൻ തിരിഞ്ഞു നിന്ന് അവരെ ശാസിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനർ? നമ്മോടൊപ്പം അല്ലാത്തവരെല്ലാം നശിക്കട്ടെ, ആകാശത്ത് തീയിറക്കി നശിപ്പിക്കട്ടെ എന്ന ചോദ്യം. യേശു പറഞ്ഞു, അത് ദൈവാത്മാവിന് വിരുദ്ധമാണ്. ഈ 7 ബലഹീനതകൾ അപ്പോസ്തലന്മാരിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9ാം അധ്യായത്തിൽ മാത്രം ചൂണ്ടിക്കാട്ടുന്നു. ഉന്നതാവസ്ഥയിൽ ചിന്തിക്കേണ്ടവർ താണാവസ്ഥയിൽ ചിന്തിക്കുന്ന 9 അവസ്ഥകൾ, 7 അവസ്ഥകൾ. ഇത് ചെറുതായോ വലുതായോ നമ്മിലെല്ലാം രൂഢം മൂലമാണ്. എന്നാൽ ഈ അപ്പോസ്തലന്മാരിൽ പെന്തക്കോസ്തിയുടെ അനുഭവം വന്നതിന് ശേഷം ഈ 7 അവസ്ഥകൾക്കും മാറ്റം സംഭവിച്ചു. ദൈവാത്മാവിന്റെ പരിപൂർണമായ ഒരു ആവാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇത്തരം ലോ ലെവൽ ചിന്തയിൽ നിന്ന് ഉന്നത അവസ്ഥയിലെ ചിന്തയിലേക്ക് വളരും. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഈ താണ ലെവലിൽ നിന്ന് ഉന്നതമായ അവസ്ഥയിൽ ചിന്തിച്ച പുണ്യപിതാവായിരുന്നു. ഞാൻ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെ വിശകലനം ചെയ്യാൻ ആളല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ തിരുമേനിയെക്കുറിച്ച് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അറിയുമ്പോഴും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അറിയാം, ഈ ലബാനോനിലെ കാലുകൾ പോലെ ഉന്നതമായ അവസ്ഥയിൽ ചിന്തിച്ച ഒരു പുണ്യപിതാവ്. ലബാനോനിലെ ദേവദാരുക്കളുടെ 2ാം പ്രത്യേകത, അത് ഉയരത്തിൽ വളരുന്ന വൃക്ഷമാണ്, അതേസമയം തന്നെ ആഴത്തിൽ വേരൂന്നിയ വൃക്ഷമാണ്. ഉയരത്തിൽ വളരണമെങ്കിൽ അതിന് അദൃശ്യമായ ഒരു വശം താഴേക്ക് ഉണ്ടാകണം. ഉന്നതമായ അവസ്ഥയിൽ ചരിക്കുന്ന എല്ലാ പിതാക്കന്മാരും, ഉന്നതമായ അവസ്ഥയിൽ ചരിക്കുന്ന എല്ലാ നീതിമാന്മാരും മനുഷ്യൻ കാണാത്ത അടിയിലേക്കുള്ളൊരു വേര്, അടിയിലേക്കുള്ള വിശ്വാസത്തിന്റെ ആഴമായ വേര് ഊന്നിയവരാണ് അവരെല്ലാം. വിശ്വാസത്തിന്റെ വേര് ഊന്നിയ പുണ്യപിതാവ്. വിശദീകരണങ്ങൾ ഇവിടെ ആവശ്യമില്ല. ആഴത്തിൽ വേരൂന്നിയ വൃക്ഷമാണ് ഇവിടെ. വട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്ന 4 ചാപ്റ്റേഴ്സ് ഡെയിലി വേദപുസ്തകത്തിന്റെ ഭാഗം വായിച്ച ശേഷമേ ഓരോ ദിവസവും മാറുകയുള്ളായിരുന്നു. വേദഭാഗത്തിന്റെ അടിസ്ഥാന സത്യങ്ങളിലേക്ക് കടന്നു വന്ന് വേദത്തിൽ വേരൂന്നിയ, വിശ്വാസത്തിൽ വേരൂന്നിയ, പ്രാർത്ഥനയിൽ വേരൂന്നിയ, ആധ്യാത്മികതയിൽ വേരൂന്നിയ ഒരു പുണ്യപിതാവ്. ലബാനോനിലെ ദേവദാരുക്കൾ ആഴത്തിൽ വേരൂന്നിയ വൃക്ഷങ്ങളാണ്. നമ്മളെയൊക്കെ വിശ്വാസികളാണ്, വിശ്വാസികളുടെ സമൂഹമാണ്. പക്ഷേ പലപ്പോഴും വിശ്വാസത്തിന്റെ ആദ്യത്തെ അക്ഷരം കളഞ്ഞ് ബാക്കി ഭാഗമേ ശേഷിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. വിശ്വാസത്തിന്റെ വീ കളഞ്ഞാൽ എന്തുണ്ടോ അത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരു ശ്വാസം മാത്രമുള്ളവർ വല്ലപ്പോഴുമൊക്കെ ഈ ശ്വാസം മുറുകും, വല്ലപ്പോഴുമൊക്കെ ശ്വാസം പിടിക്കും. ഇവിടെ പുണ്യപിതാക്കന്മാർ ആഴത്തിൽ വേരൂന്നിയ, വിശ്വാസത്തിൽ വേരൂന്നിയ പിതാവ്. 3, ലബാനോനിലെ ദേവദാരുക്കൾ ഉൾക്കാമ്പുള്ള വൃക്ഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ലബാനോനിലെ ദേവദാരുക്കൾ കൊണ്ട് ദേവാലയം പണിയാൻ കാര്യം അത് ഉൾക്കാമ്പുള്ള, കാതലുള്ള തടിയായിരുന്നു. ഉൾക്കാമ്പാണ് ഇന്ന് പ്രധാനമായ ആവശ്യം. മലങ്കര സഭയുടെ മോശയായിരുന്നു പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി. ഉൾക്കാമ്പുള്ള ഓരോ ദൈവപുരുഷൻ, അകത്തെ ശക്തി, ആത്മബലമുള്ള, വഴിയില്ലാത്തടത്ത് വഴിയൊരുക്കിയ മോശ. 4 വശവും മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ മുമ്പിൽ ആർത്തരുമെന്ന ചെങ്കടലും
പുറകിൽ പിടിക്കാൻ വരുന്ന ബറവോനി സൈന്യവും സൈഡിലൂടെയുള്ള വഴിയെല്ലാം അടഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നട്ടം തിരിഞ്ഞ സമയം ദൈവപുരുഷനായ മോശ കർത്തൃസന്നിധിയിലേക്ക് കടന്നു എന്ന് ദൈവനിയോഗപ്രകാരം തന്റെ വടി കാണിച്ചപ്പോൾ അന്ന് രാത്രി മുഴുവൻ ശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ ഭാഗിച്ച് ഉണങ്ങിയ നിലമാക്കിയതുപോലെ വഴിയില്ലാത്തടത്ത് വഴിയൊരുക്കിയൊരു പുണ്യപിതാവാണ് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി. വഴിയില്ലാത്തടത്ത് വഴിയൊരുക്കിയ മലങ്കര സഭ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഗതിമുട്ടി മുമ്പോട്ടും പുറകോട്ടും സൈഡിലോട്ടും പോകാൻ വഴിയില്ലാതെ അങ്ങനെ നിന്ന സമയം മോശയെ പോലെ കർത്തൃസന്നിധിയിൽ കടന്നു എന്ന് ആധ്യാത്മിക അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ജനത്തിന് വഴിയൊരുക്കിയ ഒരു പുണ്യപിതാവ്. സഭയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ശക്തമായ എതിർപ്പുകൾ നേരിട്ടപ്പോൾ ഉൾക്കാമ്പോടെ പിടിച്ചു നിന്ന ഒരു പുണ്യപിതാവ്. ഇതാണ് ലബാനൂനിലെ ദേവദാരു. ഉയരത്തിൽ വളർന്ന വൃക്ഷം, ആഴത്തിൽ വേരൂന്നിയ വൃക്ഷം, അതുപോലെ ഉൾക്കാമ്പുള്ള ഒരു പുണ്യപിതാവ്. ഉൾക്കാമ്പുള്ള ഇവിടെ ഉൾക്കാമ്പ് ഉണ്ടാകണമെങ്കിൽ സാധാരണ പായ് കൊണ്ട് ഓടുന്ന കപ്പലുണ്ട്. പായ് കൊണ്ട് ഓടുന്ന കപ്പൽ നമുക്കതിന്റെ ചിത്രം അറിയാം. പായ് കൊണ്ട് കപ്പൽ ഓടുമ്പോൾ കപ്പലിൽ കാറ്റടിക്കും. കാറ്റടിക്കുന്നതനുസരിച്ച് പായ്ക്കപ്പൽ മുമ്പോട്ട് പോകും. കാറ്റ് തിരിച്ചാണെങ്കിൽ ഒരു പക്ഷേ ആ കാറ്റ് അനുകൂലമാകുന്നവരെ മാറ്റിവെക്കും യാത്ര. എന്നാൽ ഇന്ന് പായ്ക്കപ്പലുകളെക്കാൾ ഇവിടെ സ്റ്റീം ബോട്ടുകളാണ് കൂടുതൽ. അത് തിരമാലയുടെ ഇടയിലൂടെ പാറി മുമ്പോട്ട് പോകും. കാരണം അതിന്റെ ജീവൻ പുറത്തല്ല, അതിന്റെ ജീവൻ ഉള്ളിലാണ്. ഉള്ളിൽ ജീവനുള്ളവർക്ക് മാത്രമേ പ്രതികൂലതയുടെ തിരമാലകളെ കീറിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ആവുള്ളൂ. അതാണ് ഉൾക്കാമ്പ്. നമ്മുടെ ജീവൻ പലപ്പോഴും പുറത്താണ്. ഈ പുറത്തെ ശക്തിയേക്കാൾ അകം ശക്തിയുള്ള ഒരു പുണ്യപിതാവായിരുന്നു പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി. ലബാനോനെ കുറിച്ച് പരാമർശിക്കുന്ന 3-4 വേദഭാഗം കൂടിയുണ്ട്. ജെറമ്യ പ്രവചനം 18-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ജെറമ്യ പ്രവചനം 18-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. 18-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ജെറമ്യ 18-14. ലബാനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടു പോകുമോ? There is a question mark. ലബാനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ എന്ന് പറഞ്ഞാൽ ലബാനോൻ മൂടിക്കിടക്കുന്നത് ഈ മഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതിനകം പാറയാണ്. അകം പാറയാണെങ്കിലും അതിന്റെ പുറം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുകയാണ്. ഈ മഞ്ഞ് മാറിപ്പോകാതെ സ്ഥായിയായി നിലനിൽക്കുകയാണ്. വിശുദ്ധന്മാരും സാധാരണ മനുഷ്യരാണ്. പക്ഷേ സാധാരണ മനുഷ്യരാണെങ്കിലും 8-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളിൽ പറയുന്നത്, മർത്തനെ നീ ഓർക്കേണ്ടതിനെന്ത്, മനുഷ്യപുത്രനെ സ്മരിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ മണ്ണുകൊണ്ട് മണിഞ്ഞുണ്ടാക്കിയ മനുഷ്യൻ. പക്ഷേ അതിന്റെ പുറത്ത് ഈ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ദൈവകൃപയാകുന്ന മഞ്ഞ് വിട്ടുപോകാത്ത മനുഷ്യരാണ് വിശുദ്ധന്മാർ. വിട്ടുമാറാത്ത ദൈവകൃപ എന്നാണ് ഞാനതിന് പേര് നൽകുന്നത്. ലബാനോനിലെ മഞ്ഞ് അതിനെ വിട്ടുപോകാത്തതുപോലെ വിശുദ്ധന്മാരായ ദൈവപുരുഷന്മാരെ ദൈവകൃപ മൂടിക്കൊണ്ടിരിക്കും. ആ ദൈവകൃപ അവരെ വിട്ടുമാറിയില്ല. ഈ പുണ്യപിതാവിന്റെ ജീവിതത്തിലെ ഓരോ ഏടും പരിശോധിച്ചാൽ ആകെ സമ്പാദ്യമായിട്ടുള്ളത് വിട്ടുമാറാത്ത ദൈവകൃപയായിരുന്നു. തിരുമേനി ഒരിക്കലും വിട്ടുമാറാത്തതായിരുന്നു. തിരുമേനി വളർത്തിക്കൊണ്ടുവന്ന പലരും അദ്ദേഹത്തെ, ഈ പിതാവിനെ വിട്ടുപോയി. വളരെ പ്രതീക്ഷയോട് കൊണ്ടുവന്ന പലരും അദ്ദേഹത്തെ നിന്ന് ആ ധാരയിൽ തന്നെ മാറിപ്പോയി. എന്നാൽ പല നേതാക്കന്മാരും അദ്ദേഹത്തെ വിട്ടുപോയി. അവരുടെ അഭിപ്രായത്തിൽ നിന്ന് പലരും അദ്ദേഹത്തെ വിട്ടുപോയി. എന്നാൽ അന്നും ജീവിതാന്ത്യം വരെ അദ്ദേഹത്തെ വിട്ടുമാറാത്ത ദൈവകൃപയാണ്. വിട്ടുമാറാത്ത ദൈവകൃപ. ലബാനോനിലെ പാറയുടെ പുറത്തു നിന്ന് മഞ്ഞ് മാറിപ്പോകാത്തതുപോലെ വിട്ടുമാറാത്ത ദൈവകൃപ വിശുദ്ധന്മാരെ മൂടിക്കൊണ്ടിരുന്നു. മാറിവാരി ദിവസം കുട്ടരും മാറിപ്പോയപ്പോഴും ആരുമറിയാലും മാറാത്ത ദൈവകൃപ. ദൈവകൃപയുടെ മഞ്ഞ് ലബാനോനെ വിട്ടുപോയില്ല. ഇത് പരിശുദ്ധരായ വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതത്തിലും അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. വിട്ടുമാറാത്ത ദൈവകൃപ. വിശദീകരണം ആവശ്യമില്ലല്ലോ. 5-ാമത് ലബാനോനെ കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ വേദഭാഗം. വേദപുസ്തകത്തിലെ ഉത്തമഗീതം പുസ്തകം
4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഉത്തമഗീതം പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. നീ തോട്ടങ്ങൾക്കൊരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. ലബാനോനിലെ ഒഴുക്ക് വിട്ടുമാറാത്ത ദൈവസ്നേഹത്തിന്റെ ഒഴുക്കാണ് ലബാനോനിൽ നിന്ന് കാണുന്നത്. ലബാനോനിലെ ഒഴുക്ക് അത് വറ്റിപ്പോകാത്ത കിണറാണ്. ഇവിടെ ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് വിശുദ്ധന്മാരിൽ നിന്ന് ശക്തമായി കാണാം. വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നെല്ലാം വിട്ടുപോകാത്ത ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക്. ഒരു വൈദികനും അൽമായനും ചേർന്ന് കടന്നു വന്ന് ശാരീരികമായി തിരുമേനിയെ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ അപായപ്പെടുത്താൻ അവർ കടന്നു വന്ന വലിയ വണ്ടിക്ക് അപകടം സംഭവിച്ചപ്പോഴും തന്നെ അപായപ്പെടുത്താൻ വന്നവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവരുടെ ചെലവുകൾ വഹിക്കാൻ തയ്യാറായ വറ്റിപ്പോകാത്ത സ്നേഹത്തിന്റെ ഉറവിടമായ വട്ടശ്ശേരി തിരുമേനി. ഇവിടെയാണ് നാം കാണുന്ന പ്രതികാരദാഹിയല്ലാത്ത ഒരു പുണ്യപിതാവ്. തന്നെ അപായപ്പെടുത്താൻ വരുന്നവർക്ക് പോലും പ്രതികാരത്തോട് പ്രവർത്തിക്കാതെ, ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് അവിടെ തടഞ്ഞു നിർത്താതെ, ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് തന്റെ ശത്രുക്കളിലേക്കും ഒഴുക്കുവാൻ തയ്യാറായ ഒരു പുണ്യപിതാവ്. ഇവിടാണ് ലബാനോനിലെ ഒഴുക്ക്. ലബാനോനിൽ അവിടെ വറ്റിപ്പോകാത്ത ഒരു ഉറവയായിരുന്നു. അത് പുണ്യപിതാവായ വട്ടശ്ശേരി തിരുമേനിയും എല്ലാ വിശുദ്ധന്മാരിലും വറ്റിപ്പോകാത്ത ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് നമുക്ക് ദർശിക്കാനാവും. ആ ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് അവർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ടും ഇന്നും കാണുകയാണ്. ഈ ഒഴുക്കാണ് ഇതെല്ലാം വറ്റിപ്പോകാത്ത ഉറവകളായി നിൽക്കുകയാണ്. പരിശുദ്ധനായ പരമേൽ തിരുമേനിയുടെ ഖബറും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ഖബറും ഈ പുണ്യപിതാക്കന്മാരുടെ ഖബറൊക്കെ വറ്റിപ്പോകാത്ത ഉറവകളാണ്, നിലച്ചു പോകാത്ത ഉറവുകൾ. ഇവിടെ നിന്ന് കോരുന്നതനുസരിച്ച് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന വറ്റിപ്പോകാത്ത ഉറവ, പിന്നെയും വന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഉറവ. അതിൽ നിന്ന് വരുന്നവർ കുടിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഉറവ. വറ്റിപ്പോകാത്ത ഉറവയാണ് ലബാനോൻ. ലബാനോനിലെ ഒഴുക്ക് വറ്റിപ്പോകാത്തതാണ്. പുണ്യപിതാക്കന്മാരിലെല്ലാം ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് ശക്തമായി കാണാവുന്നതാണ്. 6-ാമത് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയിൽ മാത്രമല്ല, ലബാനോനിൽ കാണുന്ന 6-ാമത്തെ ചിത്രം യെശയ്യാ പ്രവചനം 35-ാം അധ്യായം 2-ാമത്തെ വാക്യം. യെശയ്യാവ് 35-ാമത്തെ അധ്യായം 2-ാം വാക്യം. അവ ഇങ്ങനെ വായിക്കുന്നു: അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. ലബാനോൻ മഹത്വവും ശോഭയുമുള്ള സ്ഥലമാണ്. ലബാനോനെ കുറിച്ച് പറയുന്നത് അത് മഹത്വവും ശോഭയുമുള്ളതാണ്. ലബാനോൻ ദൈവ മക്കൾ, വിശുദ്ധന്മാർ, അവരിൽ നിന്നൊഴുകുന്ന അത് മഹത്വത്തിന്റെയും ശോഭയുടെയും പ്രതീകങ്ങളാണ്. ഈ വിശുദ്ധന്മാരെല്ലാം മഹത്വത്തിന്റെയും ശോഭയുടെയും പ്രതീകങ്ങൾ. ദൈവവചന പ്രഘോഷണത്തിലൂടെ ശക്തമായ മഹത്വം തെളിയിച്ച ഒരു പുണ്യപിതാവ് വട്ടശ്ശേരി തിരുമേനി. കാലഘട്ടത്തിനനുസരിച്ച് ദൈവവചനത്തെ വ്യാഖ്യാനിച്ച പുണ്യപിതാവ്, വചനത്തിന്റെ മഹത്വം ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു പുണ്യപിതാവ്. ആരാധനയുടെ ആഴമായ അനുഭവങ്ങളിലേക്കും ആരാധന സാധാരണക്കാരന് ലഭ്യമാകുന്ന വിധത്തിൽ അതിന് ക്രമീകരണം ചെയ്ത് ആരാധനയുടെ മഹത്വവും ശോഭയും വെളിപ്പെടുത്തിയ ഒരു പുണ്യപിതാവ്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനായി യത്നിച്ച് അതിന് വേണ്ട മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും കാതലിക്കേറ്റിന്റെ മഹത്വവും ഉയർത്തിയ ഒരു പുണ്യപിതാവ്. ഈ മഹത്വവും ശോഭയും കൊടുത്ത ഒരു പുണ്യപിതാവ്. ലബാനോനിലെ കാരുകൾ പോലെ ശോഭിക്കുന്ന ഒരു പുണ്യപിതാവ്.
ദൈവവചനത്തിന്റെ മഹത്വം എടുത്തുകാട്ടിയ പിതാവ്, മലങ്കര സഭയുടെ ഭരണഘടനയുടെ മഹത്വം ഉയർത്തിക്കാട്ടിയ, കാലങ്ങൾ കഴിഞ്ഞിട്ടും ധാരാളം കോടതികളിലൂടെ കയറിയിറങ്ങിയിട്ടും ഇതിന്റെ മഹത്വം അല്പം പോലും ചോർന്നു പോകാതെ അതിന്റെ മഹത്വവും ശോഭയും ധാരാളമായി ഏത് സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ ഏത് സംഘടനകളോ തങ്ങളുടെ ഭരണഘടനയും സംവിധാനങ്ങളും ഉണ്ടാക്കിയാലും കാലങ്ങൾ മാറുമ്പോൾ അവയിലെ പലതും അപ്രസക്തമാകുമ്പോഴും ഇന്നും നിലനിൽക്കുന്ന, സ്ഥായിയായി നിലനിൽക്കുന്ന, ചോദ്യം ചെയ്യാനാവാത്തതാണ് ഇതെന്ന് ലോകം പ്രധാനപ്പെട്ട നീതിന്യായ കോടതികൾ വിധിച്ച ദൈവത്തിന്റെ ഭരണഘടനയുടെ മഹത്വവും ശോഭയും തെളിയിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു പുണ്യപിതാവ്. ഇതാണ് ഇവിടെ പറഞ്ഞത്, ലെബാനോന്റെ ശോഭയും മഹത്വവും. മതോപദേശസാരം എന്ന ചെറു ഗ്രന്ഥത്തിന്റെ മഹത്വവും ശോഭയും ഇന്ന് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടും അതിന്റെ മഹത്വവും ശോഭയും കെടുത്തിക്കളയാൻ ആർക്കും ആയിട്ടില്ല. ദൈവവചനത്തിന്റെയും ദൈവ ഗ്രന്ഥങ്ങളുടെയും ശോഭയും മഹത്വവും ഉയർത്തിക്കാട്ടിയ ഒരു പുണ്യപിതാവ്. ആരാധനയുടെ ക്രമവും പ്രാർത്ഥനയും അതിന്റെ മഹത്വം ഉയർത്തിക്കാട്ടിയ ഒരു പുണ്യപിതാവ്. ധാരാളം ആളുകളും നേതാക്കന്മാരും ഉയർന്നിട്ടുണ്ടെങ്കിലും സഭാഭാസ്വരൻ എന്നുള്ള നിലയിൽ ധാരാളം വെളിച്ചങ്ങളും വെട്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സൂര്യനേക്കാൾ ഒരു വെട്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭാസ്വരനെ വെല്ലുന്ന ഒരു വെട്ടവും ഉണ്ടായിട്ടില്ല. ബാക്കി വെട്ടങ്ങളെല്ലാം അതിന്റെ താഴെയുള്ളത് മാത്രമാണ്. അതുകൊണ്ട് മഹത്വവും ശോഭയും അതിന്റെ പൂർണ്ണതയിലെത്തിയ ഒരു പുണ്യപിതാവ്. ലെബാനോനിലെ പോലെ ലെബാനോന്റെ ശോഭയും ലെബാനോന്റെ മഹത്വവും വിളിച്ചറിയിച്ച ഒരു പുണ്യപിതാവ്. അതാണിവിടെ ലെബാനോനെ കുറിച്ച് ഓർപ്പിച്ച വാക്യം. മലങ്കര സഭയുടെ ഏറ്റവും ശ്രേഷ്ഠരായ നമുക്ക് ഈ മഹത്വവും ശോഭയും വീണ്ടും ഉയർത്തിക്കാട്ടാനുള്ള ഉത്തരവാദിത്വവും ചുമതലയുണ്ട് എന്ന സത്യം കൂടെ ഇത്തരം പുണ്യപിതാക്കന്മാരെ സ്മരിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ ലെബാനോനെ കുറിച്ച് 2 വാക്കുകൂടെ പറഞ്ഞ് ഞാൻ ഭാഗം നിർത്തുകയാണ്. 7ാമത് കാണുന്ന ലെബാനോനെ കുറിച്ച് പറയുന്ന പരാമർശം ജെറമ്യ പ്രവചനം 22-ാം അധ്യായം 20-ാം വാക്യം. ജെറമ്യ പ്രവചനം 22-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ജെറമ്യാവ് 22 ലെബാനോനിൽ കടന്നു ചെന്ന് നിലവിളിക്കാം, ലെബാനോനിൽ കയറിച്ചെന്ന് നിലവിളിക്കുക, ലെബാനോനിൽ നിന്ന് നിന്റെ ശബ്ദം ഉയർത്തുക. ജെറമ്യ പ്രവചനം 22-ാം അധ്യായം 20-ാം വാക്യം. ലെബാനോനിൽ കടന്നു ചെന്ന് നിലവിളിക്കുക. ലെബാനോൻ നിലവിളിക്കുന്ന സ്ഥലമാണ്. നിലവിളിക്കുന്ന സ്ഥലമാണ് ലെബാനോൻ. പുണ്യപിതാവായ വട്ടശ്ശേരി തിരുമേനി കൊല്ലാനായി കടന്നു വരുമ്പോഴും അവിടെ കാണുന്നത് ഇവിടെ മൊട്ടുകുത്തി നിലവിളിക്കുന്ന ഒരു പിതാവിനെയാണ്. ലെബാനോൻ നിലവിളിക്കാനുള്ള സ്ഥലമാണ്. കാലഘട്ടത്തിന്റെ ആവശ്യം, സമർത്ഥരായ ആളുകളെ ആവശ്യമുണ്ടെങ്കിലും അതിലെല്ലാം ഉപരിയായി ദൈവസന്നിധി നിലവിളിക്കുന്നവരുടെ സംഖ്യ ഇന്ന് ആവശ്യമായിരിക്കുന്നു. ഇവിടെയാണ് നിലവിളിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഭക്തിയും നിലവിളിയും ഒക്കെ പലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും ഷോക്കേസ് സംസ്കാരത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കറിവുള്ളതുപോലെ ഒരു കാലത്ത് പഴയ കുടുംബങ്ങളും തറവാടുകളെല്ലാം അറയും നിരയുമായിരുന്നുവെങ്കിൽ അറയും നിരയിലും വെട്ടം കയറില്ല എന്ന് കരുതി ഇന്ന് അതെല്ലാം ഇടിച്ചു പിടിച്ചു കളഞ്ഞ് നമ്മുടെ വീടുകളിലെല്ലാം ഫ്രണ്ടിൽ ഷോക്കേസ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ആധ്യാത്മികതയിലും ഇത്തരം ഷോക്കേസ് സംസ്കാരത്തിലേക്ക് നാം മാറി. ഒരു കാലത്ത് വട്ടശ്ശേരി തിരുമേനിയെ പോലുള്ള പുണ്യപിതാക്കന്മാർ ഷോ കാണിക്കാത്ത ഭക്തിക്കാരായിരുന്നു. കപടഭക്തി നിശേഷം, കപടഭക്തി അല്പം പോലും ഇല്ലാത്ത പുണ്യപിതാക്കന്മാർ. പക്ഷെ അവർക്ക് ഷോ ഇല്ല, അറയും നിരയും പോലെ. പക്ഷേ അതിനകത്ത് നിറവുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് അവർക്കൊരു പക്ഷേ ഇത് കാട്ടിക്കാത്തവരായിരുന്നു. ഇവിടെയാണ് ലെബാനോൻ നിലവിളിക്കാനുള്ള സ്ഥലമാണ്, നിലവിളിക്കുന്ന സ്ഥലം. ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. എൻ്റെ പ്രസംഗത്തിന്റെ സമയം റാസ ഇവിടെ വരുന്ന വരെയുള്ളതാണ് എൻ്റെ പ്രസംഗത്തിന്റെ സമയം. അവർ എത്തുന്നു എന്ന് കരുതുന്നു. ലെബാനോനെ കുറിച്ചുള്ള 7ാമത്തെ പരാമർശം ഇതായിരുന്നു. നിലവിളിക്കുന്ന സ്ഥലമാണ് ലെബാനോൻ. നിലവിളിക്കാനുള്ള സമയമാണ്. വിശ്വാസികൾ കർത്തൃസന്നിധിയിലേക്ക് കടന്നു എന്ന് നിലവിളിക്കാനുള്ളത്. 8 ലെബാനോനെ കുറിച്ച് പറയുന്നത് 8ാം പരാമർശം ഹോശയ 14-ാം അധ്യായം 7ാമത്തെ വാക്യം. അവിടെ പറയാണ്, ഹോശയ പ്രവചനം 14-ാമത്തെ അധ്യായം അതിന്റെ 7ാം വാക്യത്തിലും ഒരു പരാമർശം ലെബാനോനെ കുറിച്ച് ഉണ്ട്. ഹോശയ 14-ാം അധ്യായം അതിന്റെ 7ാം വാക്യം അത് ഇപ്രകാരമാണ്.
അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരി ഒളിക്കുകയും ചെയ്യും. 7-ാമത്തെ വാക്യം, അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരൂന്നുന്നു. അതിന്റെ കൊമ്പുകൾ പടരും. അതിന്റെ ഭംഗി ഒലിവൃക്ഷത്തിന് ഭംഗി പോലെയും അതിന്റെ വാസന ലബാനോന്റേതുപോലെയും ഇരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാസനയും കീർത്തിയുമുള്ള ലബാനോൻ. വാസനയും കീർത്തിയുമുള്ളതാണ് ലബാനോൻ. ഒരു വാക്കോട് അവിടെ പരാമർശിച്ചിട്ടുണ്ട്, ലബാനോനിലെ വീഞ്ഞ് കീർത്തിയുള്ളതാണ് എന്നും. വാസനയും കീർത്തിയും വീര്യമുള്ളതായിരുന്നു ലബാനോൻ. ഇതിന്റെ മൂന്നിന്റെയും പ്രതീകമാണ്. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഈ മൂന്നിന്റെയും പ്രതീകമായിരുന്നു. കീർത്തിയുടെ പ്രതീകം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തെ കീർത്തിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും ദൈവകൃപയുടെയും അചഞ്ചലമായ ദൈവ ശുശ്രൂഷയുടെയും ഫലം ഇന്ന് കീർത്തിക്കുകയാണ്. വാസന സൗരഭ്യവാസനയായി വീശുകയാണ് പുണ്യപിതാക്കന്മാരുടെ ജീവിതമെല്ലാം. വീണ്ടും ലബാനോനിലെ വീഞ്ഞുപോലെ ആത്മീയത ലഹരിയായി കണ്ട പുണ്യപിതാക്കന്മാരാണ് വിശുദ്ധന്മാരെല്ലാം. ആത്മീയത ലഹരിയാണ്. ഇന്ന് വിശ്വാസികളായ നമ്മൾ പലർക്കും ആത്മീയത വരണമെങ്കിൽ ചിലപ്പോൾ ലഹരി അകത്തിയലിടണം. ഇവിടെ ആത്മീയതയെ ലഹരിയായി കണ്ട ഒരു പുണ്യപിതാവ്. ഇങ്ങനെ 8 വിധത്തിലാണ് ലബാനോനെ കുറിച്ചുള്ള തിരുവചന പരാമർശം. പുണ്യപിതാവായ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഈ 8 വിധത്തിലും ലബാനോനിലെ ദേവദാരു പോലെ ഉയർന്ന ഒരു പുണ്യപിതാവ്. ഉന്നതമായി നിലയിൽ ചിന്തിക്കുകയും ഉന്നതമായി വർത്തിക്കുകയും ആഴത്തിൽ വേരൂന്നുകയും ഉൾക്കാമ്പുള്ളതുമായ വൃക്ഷം പോലെ ഉള്ള ഒരു പുണ്യപിതാവ്. വീണ്ടും മൂന്നാമതായി 3 കാര്യങ്ങളാണ് അവിടെ ഓർപ്പിച്ചത്. 4-ാമതായി ഓർപ്പിച്ചത് വിട്ടുമാറാത്ത ദൈവകൃപയുടെ ഉറവ. 5 ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക്. 6 ലബാനോൻ മഹത്വവും ശോഭയും ഉള്ളതായിരുന്നു. 7 ലബാനോൻ നിലവിളിക്കാനുള്ള സ്ഥലമാണ്. 8 കീർത്തിയും വാസനയും സൗരഭ്യമായ ശക്തമായ വീഞ്ഞുപോലെ കീർത്തിയുള്ളതായ ലബാനോൻ. ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്ന ഒരു ചിത്രകാരന്റെ ഒരു ചിത്രമുണ്ട്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവിന്റെ ശുശ്രൂഷ നിർവഹിച്ച് കടന്നു പോകുമ്പോൾ ചിത്രകാരന്റെ ചിത്രം കർത്താവിന്റെ ശുശ്രൂഷയിലൂടെ പോയി ഒരു പ്രത്യേക സ്ഥലത്തിരിക്കുമ്പോൾ കാണാം ഒരുത്തനിങ്ങനെ ആടിയാടി നടന്നു പോകുന്നു. കാല് തറയിൽ ഉറയ്ക്കാതെ നടന്നു പോകുന്ന അവനെ കണ്ടിട്ട് കർത്താവ് വിളിച്ചു, ഇനി വന്നിടും, താനെന്തിനാ ഇങ്ങനെ തറയിൽ കാലുകുത്താൻ മേലാതെ ലെവലില്ലാതെ നടക്കുന്നു? അവൻ പറഞ്ഞു, ഞാൻ പണ്ട് കുഷ്ഠരോഗിയായിരുന്നു, നീ എനിക്ക് സുഖം തന്നു, എൻ്റെ കുഷ്ഠം മാറി. ഓ. വേറെ ഒരുത്തൻ ഒരു പ്രായപൂർത്തിയാകത്ത ഒരു പെണ്ണിന്റെ പുറകെ ഓടി നടക്കുന്ന പീഡിപ്പിക്കാൻ. ഒരുത്തൻ പറയുന്നു, കർത്താവ് ഇടഞ്ഞു വന്നേ, താൻ എന്ത് പണി കാണിക്കുന്നു? അവൻ പറഞ്ഞു, ഞാനൊരു കുരുടനായിരുന്നു, നീ എനിക്ക് സുഖം തന്നു, കണ്ണ് തുറന്നപ്പോൾ ഞാനിതെല്ലാം കണ്ടു, അതുകൊണ്ട് അതിൻ്റെ പുറകെ ഓടുക. ഓഹോ. വേറെ ഒരുത്തൻ ഒരു മൂലക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് വിളിച്ചു, ഇടഞ്ഞു വന്നേ, താരെന്താ ഇങ്ങനെ നിരാശനായി കരഞ്ഞിരിക്കുന്നു? ഞാൻ മരിച്ചവനായിരുന്നു, നീ എന്നെ ഉയർപ്പിച്ചു, ഇനി എന്ത് വേണമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. ഈ 3 കൂട്ടർക്കുമുള്ള പ്രശ്നം ഇതാണ്. മലങ്കര സഭയ്ക്ക് ദൈവം നാം പ്രതീക്ഷിക്കുന്നതിനുപരിയായി അത്ഭുതകരമായി ദൈവാനുഗ്രഹങ്ങളുടെ ഉറവ ശക്തിയായി തുരിഞ്ഞു വന്നു. പരിശുദ്ധനായ ഈ പുണ്യപിതാക്കന്മാരുള്ള പിതാക്കന്മാരുടെ അനുഗ്രഹത്താൽ നമുക്ക് ധാരാളം കൃപകൾ ചൊരിഞ്ഞു കിട്ടി. നമുക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾക്കും ദൈവകൃപകൾക്കും പൈതൃകത്തിനും അനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു സ്വയപരിശോധന ഇത്തരം പെരുന്നാളുകളിൽ, ഇത്തരം ഓർമ്മ ദിവസങ്ങളിൽ ആവശ്യമുണ്ട്. അവിടെ കുഷ്ഠരോഗിയായിരുന്നവന് സുഖം കൊടുത്തു, അവന് സൗഖ്യം കിട്ടി. പക്ഷെ ഇനി എന്ത് ചെയ്യണമെന്ന് അവൻ അറിഞ്ഞുകൂടാ, അവന്റെ ബോധമില്ലാതെ നടക്കുന്നു. വേറെ ഒരുത്തൻ, അവൻ കണ്ണ് കാണാൻ മേലായിരുന്നു, അവന് അസുഖം മാറ്റി, അവനിപ്പോൾ കണ്ണ് കാണാം. കണ്ണ് കാണാവുന്നവൻ ഏത് വൃത്തികേടും കാണിക്കാൻ ഓടുകയാണ്. ഇനി ഈ കണ്ണുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അവന് നല്ല ബോധ്യമില്ല. 3-മതൊരുത്തൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ജീവൻ തന്നത് എന്തിനാണെന്നും അവന് കാര്യമായ ബോധ്യമില്ല. ഈ 3 തലങ്ങളിലെയും ബോധ്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കാനും
നമുക്ക് ശക്തമായ കൃപകൾക്കും നേതൃത്വം നൽകാനും സഹായിക്കുന്നത്. മലങ്കര സഭയുടെ മക്കളായിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനും സാവകാശത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ പൈതൃകത്തിൽ ഊറ്റം കൊള്ളുകയും ഈ പുണ്യപിതാക്കന്മാരൊക്കെ ഉറവകളാണ് എന്ന തിരിച്ചറിവിലേക്ക് നാം കടന്നു വരികയും നമ്മുടെ ഭാഗ്യം കൊണ്ട് നാം പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഭാഗമാകാൻ നമുക്ക് അവസരം ലഭിക്കുകയും ചെയ്തത് ദൈവാനുഗ്രഹമാണെന്ന് തിരിച്ചറിയാനും, എന്നാൽ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ, അതനുസരിച്ച് ഉത്തരവാദിത്വമുള്ളവരാണ് നാം ഓരോരുത്തരും എന്ന് തിരിച്ചറിയാനും സാധിക്കുമ്പോഴാണ് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഇവനെ കണ്ണു കാണാൻ മേലാതിരുന്നവന് കാഴ്ച കൊടുത്തത് കഷ്ടമായി പോയല്ലോ എന്ന് അവിടെ ചിത്രകാരന്റെ ചിത്രത്തിൽ ചിന്തിച്ചതുപോലെ ചിന്തിക്കാതെ, മരിച്ചവനെ ഉയർപ്പിച്ചത് അവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിക്കാൻ ഇടയാകാതെ, ഇവിടെ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തത് അവൻ രോഗിയായിട്ടിരിക്കുന്നതായിരുന്നു ഇതിനേക്കാൾ നന്ന് എന്ന് ചിന്തിക്കാൻ ഇടയാകാതെ, എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾക്ക് അനുസൃതമായി റെസ്പോണ്ട് ചെയ്യാൻ, ഈ സഭയുടെ പൈതൃകമനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും ലഭിച്ച ദൈവകൃപയും പ്രകാരം മുന്നോട്ട് നീങ്ങാനും ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത കാവലായിരിക്കട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ പറയുന്ന അവർ വാതുന്നേ ഉള്ളൂ എന്നാണ്. ഇവിടെ ഈ വടശ്ശേരി തിരുമേനിപ്പോലുള്ള പുണ്യപിതാക്കന്മാർ കാട്ടിയ ദൈവിക മാതൃക, അനുഗ്രഹത്തിന്റെ മാതൃകയായി കിട്ടുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് വാക്കുകൂടെ പറഞ്ഞ് നിർത്തുക. പുണ്യപിതാക്കന്മാരുടെ മാതൃക അനുഗ്രഹമാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു വാക്ക് പ്രത്യേകമായി പറഞ്ഞിരുന്നു. ദൈവവചനത്തിന് മുമ്പിൽ ഉണർന്ന ഒരു പിതാവായിരുന്നു വടശ്ശേരി തിരുമേനി. വേദപുസ്തകത്തിൽ ഒരു ചെറുപ്പക്കാരനെ കാണാനാവും. ചില വാക്കുകൾ പറഞ്ഞ് അവിടെ നിർത്തുക. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ മറ്റും ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുമ്പോൾ, രാത്രിയിൽ കടന്നു പോകാൻ അല്പം ദൈവവചനം പ്രസംഗിച്ച് ദീർഘിക്കുമ്പോൾ കാണാം, മോളി എന്നൊരു ചെറുപ്പക്കാരൻ പ്രസംഗം കേട്ട് ഉറങ്ങി മറിഞ്ഞ് താഴെ വീട് ചത്തുപോയി. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോഴും ചിലൊക്കെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരും മറിഞ്ഞു വീണ് ചത്തിട്ടില്ല എന്നുള്ള ഒരു മഹാഭാഗ്യമേ ഉള്ളൂ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വചനം കേട്ട് മറിഞ്ഞ് താഴെ വീണ് ചത്തുപോയ ചിത്രം അവിടെ കാണാനാവും. ദൈവവചനത്തിന് മുമ്പിൽ ഉറങ്ങാതെ ദൈവവചനത്തിന് മുമ്പിൽ ഉണർന്ന് പ്രവർത്തിച്ച ഒരു പുണ്യപിതാവായിരുന്നു വടശ്ശേരി തിരുമേനി. നമ്മുടെ ആധുനിക സമൂഹം വചനത്തിന് മുമ്പിൽ ഉറങ്ങിപ്പോയാൽ നമുക്ക് അനേകരെ ഉണർത്താൻ ആവാതെ പോകും. ഈ പുണ്യപിതാവിനെ പോലെ ഉണരേണ്ട സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വടശ്ശേരി തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നു. ഈ ലഭിച്ച സന്ദർഭത്തിനും അവസരത്തിനായി പ്രത്യേകമായി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാവ തിരുമേനിയോടും ഇവിടെ ഇതിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിമന്യ പിതാക്കന്മാരുടെ എല്ലാം അനുഗ്രഹം ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.